പുതിയൊരു വീഡിയോ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന ഡെയിലി അപ്ഡേറ്റ്സിലെ ആദ്യത്തെ അപ്ഡേറ്റ് സൂപ്പർ താരമായ സെത്ത് റോളിൻസിൻ്റെ WWE തിരിച്ചുവരവിൻ്റെ ഒരു വലിയൊരു അപ്ഡേറ്റ് നമുക്ക് ലഭിച്ചിരിക്കുന്നു. സെത്ത് റോളിൻസിനെ ബ്രോൺസൺ റീഡ് ബ്രൂട്ടലായി ആക്രമിച്ചതിന് ശേഷം സെത്ത് റോളിൻസിൻ്റെ ഒരു അപ്ഡേറ്റും WWE പങ്കുവച്ചിരുന്നില്ല. സെത്ത് റോളിൻസിന് ചെറിയ രീതിയിൽ സ്റ്റോറി ലൈൻ പ്രകാരം ഇഞ്ചുറി ഉണ്ട് എന്നുള്ളത് മാത്രമാണ് അവസാനമായി അറിയാൻ സാധിച്ചത്. എന്നാൽ ഇന്ന് സെത്ത് റോളിൻസ് ഒരു അമേരിക്കൻ ഫുട്ബോൾ ഗെയിമിൽ ഒരു ഗസ്റ്റായിട്ട് ചെന്നിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് WWE കുറച്ച് വീഡിയോസും ഫോട്ടോസും ഒക്കെ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. അതിൽ സെത്ത് റോളിൻസിന് ഇഞ്ചുറി ഉള്ളതുപോലെയൊന്നും അവർ പറയുന്നില്ല. സെത്ത് റോളിൻസിൻ്റെ ഇഞ്ചുറി മാറിയ ഒരു സൂചനയാണ് അവർ നൽകുന്നത്. കൂടാതെ സെത്ത് റോളിൻസ് പറയുന്നുണ്ട്, ബാഡ് ബ്ലഡ് പ്രീമിയം ലൈവ് ഇവൻറ്റ് നിങ്ങൾ ഒരിക്കലും മിസ്സാക്കരുത്, എന്തായാലും കാണണം. ഫ്രൈഡേ നൈറ്റ് സ്മാക്ഡൗണൊക്കെ നിങ്ങൾ എന്തായാലും കാണണം. അപ്പോൾ സെത്ത് റോളിൻസ് ഇങ്ങനെ WWE ഷോസ് ഇപ്പോൾ ഇങ്ങനെ വലിയൊരു ഹൈപ്പ് കൊടുക്കുന്നത് അത് സെത്തിൻ്റെ ഒരു തിരിച്ചറിവിൻ്റെ സൂചന നൽകുന്നത് തന്നെയായിരിക്കും. അപ്പോൾ ബാഡ് ബ്ലഡ് പ്രീമിയം ലൈവ് ഇവൻറ്റ് കഴിയുന്നതിന് ശേഷം സെത്ത് റോളിൻസിൻ്റെ ഒരു തിരിച്ചുവരവ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അതിൻ്റെ സൂചനകളാണ് ഇൻഡയറക്റ്റായി ഇത്തരം വീഡിയോസും ഫോട്ടോസും പുറത്തേക്ക് വിടുന്നതിലൂടെ WWE നമുക്ക് നൽകുന്നത്. ഏറ്റവും അവസാനമായി പങ്കുവെക്കുന്ന അപ്ഡേറ്റ് റോമൻ റീൻസിൻ്റെ കൂടെ ജാക്കബ് ഫാറ്റുവിനെ കാണാൻ സാധിച്ച ആ ഒരു വീഡിയോ എന്താണ്, ആ ഒരു വീഡിയോ എന്നത്തെ ആണ് എന്നുള്ളതിനെ സംബന്ധിച്ചാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയായിരിക്കുന്ന റോമൻ റീൻസിൻ്റെ ആ ഒരു നടന്നു വരുന്ന ഒരു സമയത്ത് ബാക്ക് സ്റ്റേജ് വീഡിയോയിൽ ജാക്കബ് ഫാറ്റു റോമൻ റീൻസിനെ അനുഗമിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ജാക്കബ് ഫാറ്റു ഒരു തൊപ്പിയൊക്കെ ധരിച്ചിട്ടാണ് റോമൻ റീൻസിൻ്റെ പിറകിലൂടെ നടന്നു വരുന്നത്. അപ്പോൾ ഈ ഒരു രംഗം യഥാർത്ഥത്തിൽ നടന്നിട്ടുണ്ടായിരുന്നത് റസൽമേനിയ 40-ലായിരുന്നു. റസൽമേനിയ 40-ൽ റോമൻ റീൻസ് കോഡി റോഡ്സിനെതിരെയാണ് ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്തത്. അപ്പോൾ ആ മത്സരത്തിന് മുൻപുള്ള ഒരു ബാക്ക് സ്റ്റേജ് എൻട്രൻസ് സമയത്താണ് ജാക്കബ് ഫാറ്റു റോമൻ റീൻസിനെ അനുഗമിക്കുന്നത്. റോമൻ റീൻസ് ആ മത്സരത്തിൽ പരാജയപ്പെട്ടതിന് ശേഷം പിന്നീട് സമ്മർ സ്ലാമിലാണ് തിരികെ വന്നത്. അപ്പോഴേക്കും ജാക്കബ് ഫാറ്റും സോളോ സിക്കോവയുടെ നേതൃത്വത്തിലുള്ള ബ്ലഡ് ലൈൻ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ജാക്കബ് ഫാറ്റു ആണെങ്കിൽ റോമൻ റീൻസിന് എതിരെയാണ് നിൽക്കുന്നത്. അപ്പോൾ അന്ന് റോമൻ റീൻസിനെ അനുഗമിച്ച് ബാക്ക് സ്റ്റേജിൽ നിന്നിരുന്ന ജാക്കബ് ഫാറ്റു ഇപ്പോൾ സോളോ സിക്കോവയുടെ കൂടെ റോമൻ റീൻസിന് എതിരെ നിൽക്കുന്നു. അപ്പോൾ കാലത്തിൻ്റെ ഒരു പോക്ക് നിങ്ങളൊന്ന് നോക്കി നോക്കിയേ. അപ്പോൾ റോമൻ റീൻസ് ഈ ബ്ലഡ് ലൈനെതിരെ സ്റ്റോറി ചെയ്യുമ്പോൾ എല്ലാവരും ഇപ്പോൾ വലിയ പ്രതീക്ഷയോട് കൂടി കാത്തിരിക്കുന്നത് റോമൻ റീൻസും ജാക്കബ് ഫാറ്റും തമ്മിലുള്ള മത്സരം കാണാൻ വേണ്ടിയിട്ടാണ്. ഇരുവരും തമ്മിലുള്ള ആ ഒരു മൊമെൻറ്റ്സ് വലിയ രീതിയിലുള്ള ഒരു ശ്രദ്ധ സോഷ്യൽ മീഡിയയിൽ നേടിക്കൊടുത്തിട്ടുണ്ട്. ഇരുവരുടെ മത്സരം ഒരു ഡ്രീം മാച്ച് ആയിട്ടും ആളുകൾ ഇപ്പോൾ കാണുന്നുണ്ട്. രണ്ട് വ്യത്യസ്ത ഒരു കാലഘട്ടങ്ങളിലെ സൂപ്പർ സ്റ്റാർസ് ആണെങ്കിൽ പോലും ഇവരുടെ ഒരു പീക്ക് ലെവലിലാണ് അവർ രണ്ടുപേരും നിൽക്കുന്നത്. എന്തായാലും ജാക്കബ് ഫാറ്റും റോമൻ റീൻസും ഒരു സിംഗിൾസ് മത്സരത്തിൽ ഏറ്റുമുട്ടും എന്നുള്ളത് ഉറപ്പാണ്. പക്ഷേ അത് എന്നായിരിക്കും എന്നുള്ളതിൻ്റെ ഒരു അപ്ഡേറ്റ് നമുക്ക് ലഭിച്ചിട്ടില്ല. മത്സരം വരുന്നതിൻ്റെ എല്ലാവിധ സൂചനയും നൽകിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ യഥാർത്ഥത്തിൽ റസൽമേനിയ 40-ൻ്റെ അൺസീൻ ഫുട്ടേജിൽ നിന്ന് ഇപ്പോൾ WWE പുറത്തേക്ക് വിട്ടതാണ്. ബാക്ക് സ്റ്റേജ് വീഡിയോസിൽ നിന്ന് WWE പുറത്തേക്ക് വിട്ടതാണ്. അപ്പോൾ ഈ ഒരു അപ്ഡേറ്റും കൂടി പങ്കുവെച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൊന്ന് രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.